ഇന്ന് കൂന്തൽ എങ്ങനെ നല്ല ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായി 1/2 കിലോ കൂന്തൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സവാള, ചുവന്നുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് എല്ലാം കൂടി ഒന്നിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത് അത്രയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതുകൂടെ വഴറ്റിയൊന്ന് കിട്ടണം. സവാളയും ഒക്കെ നന്നായിട്ട് വഴറ്റി കിട്ടുമ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഒക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കൂന്തൽ കൂടെ ചേർത്ത് കൊടുക്കാം. കൂന്തലിൽ വെള്ളം കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് യോജിപ്പിച്ച് ഒരൊറ്റ വിസിൽ ആവോളം നമുക്ക് ഇളക്കി കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ മതി, അതിൽ കൂടരുത്. ഒറ്റ വിസിലാകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം. അടച്ചൊന്ന് വെച്ച് ഒരു വിസിലടിയോളം വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുക്കറിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കിട്ടും. നമുക്ക് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു തവയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തുകൂടെ എടുക്കാം. കൂന്തലപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കരിഞ്ഞു പോകരുത്. ഈ ഒരു പരുവമാകുമ്പോഴത്തേനും കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കൂന്തൽ നല്ല ഗ്രേവിയോടുകൂടി അല്പം കൂടി വെള്ളം വറ്റിച്ചെടുക്കുമ്പോഴത്തേനും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. കൂന്തൽ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഒരല്പം കൂടി വെള്ളം വറ്റിച്ചെടുക്കണം. കൂന്തൽ ഫ്രൈ റെഡി.